ഇന്ന് RSPയുടെ സംസ്ഥാന കമ്മിറ്റി കൂടുകയും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുകയും ചെയ്തു. RSP മത്സരിക്കുന്ന കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ വളരെ കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി ഞങ്ങൾ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലുടനീളം എല്ലാ ഘടകങ്ങളും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയവൈകല്യങ്ങൾ ഒരു വലിയ സമൂഹത്തെ അവർക്കെതിരാക്കിയിട്ടുണ്ട്. ആ വികാരവും സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായ ഭരണവിരുദ്ധ വികാരം, അല്ലെങ്കിൽ എടുത്തു പറഞ്ഞാൽ പിണറായി വിരുദ്ധ വികാരം വോട്ടർമാരുടെ ഇടയിൽ നിലനിന്നു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഈ രണ്ട് ഘടകങ്ങളും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി സൃഷ്ടിച്ചു. പിണറായി വിജയൻ BJPയുടെ അതേ വർഗീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി ആവിഷ്കരിക്കാൻ ശ്രമിച്ചെങ്കിലും ന്യൂനപക്ഷങ്ങളടക്കം എല്ലാ ജനവിഭാഗങ്ങളും അവരുടെ പ്രതിഷേധം, ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള പ്രതിഷേധം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ടായി രേഖപ്പെടുത്താൻ ഇടയാക്കി എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഞങ്ങൾ പക്ഷേ ചർച്ച ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തുനിന്നും വന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും LDF വോട്ട് BJPക്ക് അനുകൂലമായി പോയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത് വളരെ പ്രകടമായത് തൃശ്ശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിലാണ്. ഇവിടെ എവിടെയെങ്കിലും BJPയുടെ വോട്ട് വർദ്ധിക്കാൻ ഇടയാകുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും CPM വോട്ട് എങ്ങനെ BJPയിലേക്ക് ഒഴുകി എന്നുള്ളത്. അതുപോലെ തന്നെ വടകരയിലടക്കം BJP വോട്ട് LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പോയിരിക്കുന്നു എന്ന വിലയിരുത്തലുമുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ച മാത്രമല്ല, വ്യത്യസ്ത മേഖലയിലുള്ളവരുമായി ആശയവിനിമയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്ന ഇത് കേരളത്തിലെ 20-ൽ 20 സീറ്റും ഐക്യജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിന് പല ഘടകങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയ, പ്രത്യേകിച്ച് കേരളത്തിലെ ഭരണത്തിൻ്റെ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം അദ്ദേഹം യാത്ര പോയിരിക്കുകയാണ്. പക്ഷെ ഇത് തെളിയിക്കുന്ന എന്താണ്? കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് പാരാലിസിസ്, ഭരണപരമായ പക്ഷാഘാതം പിടിപെട്ടിട്ട് മാസങ്ങളേറെ ആയിരിക്കും. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഗവൺമെൻറ് ഉണ്ട് എന്നുള്ള തോന്നൽ പോലുമില്ല. ആ തോന്നൽ ഉണ്ടാകുന്നത്
അവൻ്റെ ജീവിതം ബുദ്ധിമുട്ടാക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഓരോ നിലപാടുകൾ കൊണ്ട് മാത്രമാണ്. അതിനുശേഷമുള്ള സംഭവവികാസങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഭയാനകമായൊരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇവിടെ ക്രമസമാധാനം എന്നുള്ളത് പരിപൂർണമായി തകർന്നിരിക്കുന്നു. കേട്ടുകേഴ്വിയില്ലാത്ത നിലയിലേക്കുള്ള കുറ്റകൃത്യങ്ങളും ഗുണ്ടാവിളയാട്ടവും കേരളത്തിൽ നടക്കുന്നു. ആരോഗ്യമേഖല, കേരളത്തെ പ്രസിദ്ധമാക്കിയ ആരോഗ്യമേഖല ഇന്ന് നമുക്ക് മലയാളിക്ക് ലജ്ജിച്ച് തല താഴ്ത്തേണ്ട അവസ്ഥയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു. ഇതിനൊരു മന്ത്രി എന്ന് പറഞ്ഞ ഒരാൾ വേണോ എന്നുള്ളത് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മൾ വായിക്കുന്നതാണ്. നമ്മുടെ സർക്കാർ സംവിധാനം, നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ ലോക ഡെവലപ്പ് കൺട്രീസിനോടൊപ്പം പിടിച്ചു നിന്ന അതിന് സമാനമായ ഹെൽത്ത് കെയർ ആണ് തകർന്നടിഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാ മേഖലയിലും പരിപൂർണമായ സ്തംഭനാവസ്ഥ നിലനിൽക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു കാര്യവും കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ BJPയുടെ അങ്കലാപ്പ് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സൂചനകൾ BJPക്ക് കിട്ടിയിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടും. കാരണം 120ഓളം സിറ്റിംഗ് MPമാരെയാണ് BJP തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തി പൊരുതിയ ആളിനെ നിർത്തിയത്. വിജയിക്കുന്ന സാഹചര്യം ഏതോ റിപ്പോർട്ട് കിട്ടി ഇവർ തോറ്റുപോകുമെന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ 120 പേരെ മാറ്റിയിരിക്കുന്നത്. പക്ഷെ മാറ്റിയത് കൊണ്ടൊന്നും ഫലം കണ്ടില്ല. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഒരു ജനാധിപത്യ രാജ്യത്തിലെ പൗരന്മാർക്ക് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന പ്രസ്താവനകളാണ്. ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര മോശപ്പെട്ട പ്രചരണം നടത്തിയ ഒരു പ്രധാനമന്ത്രി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതെല്ലാമാണെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലെത്താനുള്ള സാഹചര്യമുണ്ടായേക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങളെ നയിക്കുന്നത്.